ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരനെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച ആ പെൺകുട്ടി, അവര് ഇസ്ലാം പുൽകിയിട്ടില്ലാത്ത ഭർത്താവിൻ്റെ അമ്മയെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയുമാണ്. എന്നാൽ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടെ അവരോട് പെരുമാറുന്ന ആ സ്ത്രീ, അവര് കിടക്കണ കിടക്കയിൽ തന്നെ മലവും മൂത്രവും ഒക്കെ ആ കിടപ്പിൽ തന്നെ അങ്ങനെ ചെയ്തു പോവുകയാണ്. പിന്നീടാണ് ഈ സ്ത്രീക്ക് മനസ്സിലാകുന്നത് ഇതെന്നോടുള്ള വിരോധത്തിന്റെ ഭാഗമാണ്. പെങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, കറക്റ്റ് ടോയ്ലറ്റ് പോകുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഫ്രഷ് ആകുന്നുണ്ട്, ഇത് എന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നറിയുമ്പോഴും ആ സ്ത്രീ എല്ലാം സബറോടുകൂടെ ക്ഷമയോടുകൂടെ നിർവഹിക്കുന്നതിന്റെ പിന്നിലെ മനോഗതം എന്തായിരിക്കും? ആരോടും പരാതി പറയാതെ, ഭർത്താവിനോട് പോലും സങ്കടം പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി, ഇത് ബോധപൂർവം ടോയ്ലറ്റിൽ പോയി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടും, ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടും ഇതിവിടെ നിർവഹിക്കുകയാണ് എന്നറിഞ്ഞിട്ടും അവരെ ആ ഒരു കാര്യത്തിൽ ക്ഷമാപൂർവം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം എന്തായിരിക്കും? അവരുടെ വാചകത്തിൽ വന്ന എന്താണെന്നറിയാം, എന്തായാലും വയസ്സായ ഒരു സ്ത്രീയാണല്ലോ, അവർക്ക് അവരുടെ പ്രായത്തിൻ്റെതായ വാശിയും ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളത് ചെയ്താൽ നമുക്ക് അള്ളാഹു സ്വർഗം തരാൻ വേണ്ടി തീരുമാനിച്ചത് ചിലപ്പോൾ ഇതിലൂടെ ഒക്കെ ആയിരിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഇസ്ലാമികമായി മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരുതരം നിർവൃതിയുണ്ട്, ഒരുതരം ആശ്വാസമുണ്ട്, ഒരുതരം സംതൃപ്തിയുണ്ട്, സമാധാനമുണ്ട്, തുടർച്ചയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്, അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളിലും നിർവഹിക്കുന്ന ആരാധനകളിലും ജീവിതത്തിൽ എടുക്കുന്ന നിലപാടുകളിലും ആസ്വാദനവും സമാധാനവും സന്തോഷവും കിട്ടാനുള്ള വഴികളെക്കുറിച്ചാണ്. ആ വഴികൾ ഇന്ന് നമ്മൾ പറഞ്ഞു പൂർത്തീകരിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞിരുന്നത്, നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംതൃപ്തിയോടും സമാധാനത്തോടും മനസ്സാന്നിധ്യത്തോടൊക്കെ ചെയ്യാനുള്ള വഴി എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ശരിയായ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. മതത്തെക്കുറിച്ച് ശരിയായ അറിവ് സമ്പാദിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാടുകളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും ഒക്കെ നമുക്കൊരു വല്ലാത്ത തൃപ്തി കിട്ടും. എന്തൊക്കെ തൻ്റെ മുന്നിൽ എങ്ങനെയൊക്കെ സംഭവിച്ചാലും അയാൾക്ക് ആശ്വാസപൂർവം അതിൽ നിലനിൽക്കാൻ പറ്റും. കൊച്ചു കൊച്ചു അറിവുകളായിരിക്കും. കുഞ്ഞിനെ കാണാനില്ലാതെ വീട്ടുകാരെല്ലാവരും കൂടി ഒരു കുഞ്ഞിനെങ്ങനെ തിരയാണ്. 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെങ്ങനെ തിരയാണ്. പാടത്തും പറമ്പിലൊക്കെ തിരഞ്ഞ് അവസാനം ഈ ഉമ്മ നോക്കുമ്പോൾ ഈ കുട്ടി കുളത്തിൽ ഇങ്ങനെ മരിച്ച് കമഴ്ന്ന് കിടക്കുന്നതാണ് കാണുന്നത്. നേരെ അവരിറങ്ങി ആ കുഞ്ഞിനെടുത്തു, വയറ്റത്ത് ഞെക്കി, വെള്ളമൊക്കെ കളഞ്ഞു, മരിച്ചു എന്ന് ഉറപ്പാണ്, ഞങ്ങോട്ട് കൊണ്ടുപോകാത്ത വിധം കാര്യം ബോധ്യമാണ്. അവളുടെ കാലൊക്കെ നീല നിറായിട്ടുണ്ട്, അവളുടെ ശ്വാസം നിലച്ചിട്ടുണ്ട്. എന്റേതാണെങ്കിൽ ആ കുഞ്ഞ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, എന്റേതാണെങ്കിൽ ആ കുഞ്ഞ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ത്രീ പക്ഷെ മയ്യത്തൊക്കെ കൊണ്ടുവന്ന് കഫം ചെയ്ത്, അവരെന്നെ നിസ്കരിച്ച് ഈ കുഞ്ഞിനെ എടുത്തു കൊടുത്തു. എന്നിട്ട് അവര് നമസ്കാര കുപ്പായത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ഉമ്മ എന്നെ പേഴ്സണലായിട്ട് വിളിക്കണേ. 2 ദിവസമായി ഉസ്താദേ, എന്റെ മോള് ഒന്ന് കരഞ്ഞിട്ട് പോലുമില്ല, അവൾക്ക് എന്തോ മാനസികമായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ അവളോടൊന്ന് സംസാരിച്ച് അവൾക്കൊരു ആശ്വാസം കിട്ടണം, അവളൊന്ന് കരഞ്ഞാൽ ചിലപ്പോ ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ. ആ വീട്ടില് നമ്മൾ പോയി ആ സ്ത്രീയോട് സംസാരിക്കണം. അപ്പൊ പറഞ്ഞു, ഉമ്മ ആരോടോ സംസാരിക്കണത് കേട്ട് ഞാൻ ഉമ്മാന്റെ ഫോൺ നോക്കിയപ്പോ നിങ്ങളെ നമ്പറാന്ന് മനസ്സിലായി. മൗലവി, എനിക്ക് സങ്കടങ്ങളില്ലായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ നിന്ന്, പീസ് റേഡിയോയിൽ നിന്നൊക്കെ ഞാനൊരു ഹദീസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹദീസ്? കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ആ നഷ്ടത്തിന്റെ നേരത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബൈത്തുൽ ഹംദ്, സ്തുതിക്കുന്നവർക്കുള്ള പ്രത്യേക വീട് സ്വർഗത്തിൽ ഒരുക്കി വെക്കുന്നതാണ്. പരലോകം ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഹദീസ് സ്വഹീഹ് തന്നെയല്ലേ? അപ്പൊ ഞാനത് നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും എന്റെ കുഞ്ഞിനെ കൊണ്ട് പരലോകത്താണ് എനിക്ക് ഉപകാരം എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നതെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് മതത്തിന്റെ കൊച്ചു കൊച്ചു അറിവുകളായിരിക്കും നമ്മളിങ്ങനെ മെമ്പറിലും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിലും പ്രഭാഷണ പരിപാടികളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്ന അറിവുകളായിരിക്കും. പക്ഷെ അത് നമ്മളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുന്ന ഒരു പെയിൻ കില്ലറിനേക്കാളും ശക്തമായ
ഉപകരണമായി അത് മാറുന്ന, ഉപകാരമായി അത് മാറുന്ന ഒരു നേരമുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, അറിവും പഠനവുമാണ് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ ഈ ആസ്വാദനവും ഈ തിരിച്ചറിവും കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് അതാണ്, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നവരാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണവർക്ക് അള്ളാഹുവിനോടൊരു ഭയമുണ്ടാകും. ആ ഭയം പാമ്പിനെ പേടിക്കണ പോലെയോ പട്ടിനെ പേടിക്കണ പോലെയോ അല്ല. എനിക്ക് ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എന്റെ റബ്ബ് എന്നുള്ള അങ്ങനത്തെ ഒരു കടപ്പാട്. നമ്മളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരാൾ സഹായിച്ചാൽ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യും നമ്മൾ, അല്ലെ? അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാകും. ഒരു മാവിന്റെ ചോട്ടിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുകയാണ്, അപ്പൊ വേറെ ആളോട് അങ്ങനെ പോയി അയാളുടെ നൃത്തം കണ്ടപ്പോ അയാൾക്ക് മനസ്സിലായി നൃത്തം അത്ര നല്ല ആൾക്കല്ല ഈ സമയത്ത്. അയാളെ ആ മനുഷ്യനെ, ആ മുസ്ലിമായ മനുഷ്യനെ ബൈക്കിലേക്ക് കയറ്റിയിട്ട് അയാളെ കടയിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി, എന്താ എനക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ എന്റെ വിഷയം എന്ന് വെച്ചപ്പോ ഇയാളോട് കരഞ്ഞു. അരിന്ന് കയറെടുത്തു. ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ആളാണ് ഞാനെന്ന് പറഞ്ഞു. ഈ ആശ്വസിപ്പിച്ച മനുഷ്യന്റെ കിഡ്നി പോയപ്പോ, ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കക്ക് പോണ വഴിയിലുള്ള എനിക്ക് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരു വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യന്റെ കിഡ്നി പോയപ്പോ അയാള് പുത്തനാശയക്കാരനാണെന്ന് പറഞ്ഞ അയാളുടെ കുടുംബം മുഴുവൻ ബഹിഷ്കരിച്ചപ്പോ ഈ ആശാരിയായ മനുഷ്യൻ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊടുക്കാം മൂപ്പർക്ക് കിഡ്നി, ഞാൻ കൊടുത്തോളാം മൂപ്പർക്ക് കിഡ്നി. എനിക്ക് ജീവിതം തന്ന ആളാണ് മൂപ്പര്. മനസ്സിലായില്ലേ? എനിക്ക് ജീവിതം തന്ന ആളാണ് മൂപ്പര്. അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, അള്ളാഹുവിനെ ബോധ്യപ്പെട്ടെടുക്കുന്ന നിലപാടുകൾ, അല്ലെ? ആ നിലപാടുകൾക്ക് വലിയ സമ്മാനങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അറിവ് വർദ്ധിക്കുമ്പോ മനുഷ്യൻ എന്താണ് സംഭവിക്കുക എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. ലൗ തഅലമൂന മാ അലം, എനിക്കറിയണതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ലളഹത്തും ഖലീല, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുള്ളായിരുന്നു. വല ബക്കൈത്തും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. വലമ്മ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുറുഷ് വലഖറജ്തും ഇല സുഉദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ ബെഡ്റൂമിൽ നിങ്ങളുടെ ഇണകളോടൊപ്പം ഇങ്ങനെ സ്വസ്ഥതയിൽ മയങ്ങുകയല്ല ചെയ്യുക. നിങ്ങൾ ആളൊഴിഞ്ഞ ഇടങ്ങളിലേക്ക് ഓടിക്കയറി നിങ്ങളുടെ രക്ഷിതാവിനോട് ഉച്ചത്തിൽ നിലവിളിച്ച് മാപ്പപേക്ഷിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ മതപരമായ തത്വങ്ങളും നിയമങ്ങളും ശരികളും ശരിയാം വിധം പഠിച്ച് ഉൾക്കൊണ്ട് പോകുമ്പോ നമ്മളെ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ, അല്ലെ, നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് വല്ലാത്തൊരു സുഖം കിട്ടും. ആ നിസ്കാരത്തിൽ ഓരോ അദ്കാറുകളുടെയും അർത്ഥവും ആശയവും ഒക്കെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി അത് നിർവഹിക്കാൻ പറ്റുമ്പോ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫകുല്ലമാ കാനൽ അബ്ദു ബില്ലാഹി അറഫ കാന ലഹു അഹബ്ബ വഇലൈഹി അഖറബ വലിഇബാദതിഹി അലദ്ദ. മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോ അവൻ അള്ളാഹുവിനെ കൂടുതൽ അറിയും. അവൻ എന്താണ്, അവൻ എത്രത്തോളം അള്ളാഹു അലീമാണെന്ന് പറയുമ്പോ അള്ളാഹുവിനെ എത്രത്തോളം അറിയാം. എന്റെ കൂടെ എന്റെ റബ്ബ് ഉണ്ടല്ലോ, പിന്നെന്താ എനിക്ക് പ്രശ്നം എന്നുള്ള ഒരു മനോനിലയിലേക്ക് അവൻ എത്തും. അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് റബ്ബായി മാറും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ റബ്ബാണ്, മറ്റാരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് എന്റെ റബ്ബാണ്, എന്റെ രക്ഷിതാവാണ് എന്ന മനോനിലയിലേക്ക് അവൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും? ഓരോ മേഖലയിലും കൃത്യമായി നിഷ്ഠയുള്ള ഒരു വിശ്വാസിയായി അവൻ മാറണ ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മളെ പള്ളിയിൽ എന്തെല്ലാം പഠന സദസ്സുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചൊവ്വാഴ്ച മജ്ലിസുൽ ഇൽമ നടക്കുന്നുണ്ട്. മുഅ്ജിസത്തും കറാമത്തും എന്നുള്ളതാണ് വിഷയം. മുഅ്ജിസത്തും കറാമത്തും ഒക്കെ ശരിക്കും അതിലൂടെ അങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചു പോയാൽ പടച്ചോന്റെ സഹായങ്ങൾ പെയ്തിറങ്ങുന്നത് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. പടച്ച റബ്ബിന്റെ സഹായങ്ങൾ പെയ്തിറങ്ങുന്നത് നമുക്ക് ഇങ്ങനെ മനസ്സിലാകും. ഏത് വ്യക്തിക്കും അള്ളാഹുവോട് അയാൾ അടുക്കുമ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ സഹായങ്ങൾ അയാൾക്ക് കിട്ടും. അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അയാൾ പോലും അറിയണില്ലത്, അയാൾക്ക് പോലും അറിയില്ലത്. അപ്പോ ആ ഒരു പരിപാടി ഞാൻ ഇതിന്റെ അനുബന്ധമായി ഉണർത്തുകയാണ്. അതേപോലെ മതപരമായി നമ്മൾ ഭയങ്കര തിരക്കുള്ള ആളുകൾ, അതുകൊണ്ടാണ് പലപ്പോഴും പഠിക്കാൻ പറ്റാത്തത്, അല്ലെ? രാവിലെ നേരത്തെ ഇറങ്ങും, രാത്രി വൈകി വീട്ടിലെത്തും, പിന്നെ തളർച്ചയായിരിക്കും. പലപ്പോഴും അതല്ലേ നമ്മളെ പ്രശ്നം. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തിന്റെ പോലും അർത്ഥം നമുക്ക് അറിയാത്തതിന്റെ കാരണം എന്താ? പഠിക്കാൻ നേരല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ബോധപൂർവം ഒരു സമയം നിശ്ചയിച്ച് കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ പീസ് റേഡിയോ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടീം വർക്കാണ്. ഒരുപാട് ആളുകൾ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാറിൽ ഓൺ ആക്കിയിട്ടിടാം. ജമീല് ഓൺലൈൻ ലൈബ്രറി, ഇഷ്ടംപോലെ സ്പീച്ചുകൾ, ഓരോ സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് നിങ്ങൾക്ക് 1.5 വേണമെങ്കിൽ അങ്ങനെ കേൾക്കാം, 2x വേണമെങ്കിൽ അങ്ങനെ കേൾക്കാം. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കേൾക്കാം. അവിടെ ബുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൈൻഡർ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാരെ, എത്ര തിരക്കുള്ള വ്യക്തിക്കും ദീന് ലളിതമായി പഠിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ
ഇന്നത്തെ ഒരു മനോനില ആകൂല. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു, ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ പതുക്കെ അതിങ്ങനെ തണുക്കുമ്പോൾ ഒരു എസിന്റെ സുഖം കിട്ടും. ഈ എ സി എന്താണെന്ന് അറിയാത്ത ഒരാളെ നമ്മൾ എ സിക്ക് വിളിച്ച് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ എന്താ മനുഷ്യൻ പറയണു? മൊത്തം ജനലും വാതിലൊന്നും ഇല്ലാത്ത ബിൽഡിങ്ങിക്ക് ഞാൻ വരികയെന്ന് ചോദിക്കുക. ശരിക്കും ദീന് അതിന്റെ യഥാർത്ഥ സ്രോതസ് അറിഞ്ഞ് അത് സ്വീകരിച്ച് നിലപാടാക്കി പോകുമ്പോ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു തണുപ്പായിരിക്കും, ഒരു വല്ലാത്ത ധൈര്യമായിരിക്കും. നമ്മളെന്ന വ്യക്തി സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്പെടും. നമ്മൾ എടുക്കുന്ന തൊഴിൽ മുതൽ എല്ലായിടത്തും നമ്മൾക്ക് പടച്ചോനെ പേടിയുണ്ടാവും. പടച്ചോനെ, ഇത് ഞാൻ വൃത്തിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇടങ്ങറാകുമല്ലോ എന്നുള്ളൊരു മാനസിക, ഒരു ചില്ലി കാശ് വാങ്ങുമ്പോ അതിൽ നമ്മൾ കാര്യം നോക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഈ കോവിഡ് കാലത്ത് ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരാൾക്ക് ഒരു വോയിസ് അയച്ചു. ഇങ്ങനെ ഒരു വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, അവരുടെ അടുത്തേക്ക് ഒരിക്കലും സാമൂഹ്യ പ്രവർത്തകരൊന്നും ചെല്ലൂല, കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞ് വോയിസ് അയച്ചപ്പോ വളരെ സമ്പന്നനായ ഒരു മനുഷ്യൻ വളരെ വലിയൊരു പൈസ അയച്ചു കേട്ടോ. പൈസ വന്നപ്പോ അത്ര എമൗണ്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോ അയാളുടെ ഉത്തരം എന്താണെന്നറിയോ? അയാള് ജീവിതത്തിൽ എപ്പോഴോ ഹലാലല്ലാത്ത രീതിയിൽ സമ്പാദിച്ചൊരു കാലം മൂപ്പർക്കുണ്ട്. ഹലാലല്ലാത്ത രീതിയിൽ സമ്പാദിച്ചൊരു കാലമുണ്ട്. അപ്പൊ ഈ ഹലാലല്ലാത്ത രീതിയിൽ സമ്പാദിച്ച പണം ഇനി എന്ത് ചെയ്യണം എന്ന് വലിയൊരു സ്കോളറോട് ചോദിച്ചപ്പോ, സൗദി അറേബ്യയിലെ വലിയൊരു സ്കോളറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഹറാമും ഹലാലും വേർതിരിച്ചിട്ട് നിങ്ങൾക്ക് ഹറാമാണെന്ന് തോന്നുന്ന ആ സമ്പാദ്യം ഒരു അക്കൗണ്ടിൽ ആക്കുക, അത് വേഗം കൊടുത്തു തീർക്കുക. കച്ചവടത്തിലാണല്ലോ, പണമിടപാടാണ്, അതിന്റെ അർഹരിക്കും ഓരോരുത്തർക്കും കൊണ്ടേ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അപ്പോഴാണ് എന്ത് ചെയ്യണത്? അയാൾ അതിനെ ശുദ്ധീകരിക്കണത്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞ വാചകം തരും, മൗലവി ഞാനത് ശുദ്ധീകരിച്ചപ്പോ തന്നെ എന്റെ അടുത്ത് എത്രങ്ങാനും പൈസ ഉണ്ട്, ഞാൻ ഈ പൈസ കൊണ്ടൊക്കെ കൂടെ എന്താ ചെയ്യാൻ പോണത്? ഈ നിലയിലേക്ക്, ഈ മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന് പടച്ചോന്റെ ഒരു തോഫീക്ക് വേണം. എന്നാലും നമ്മൾ ടൈറ്റ് ആകുന്നില്ല, നമ്മൾ കുടുംബമൊന്നുമില്ല. ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ ആശ്വസിച്ചും ആസ്വദിച്ചും ജീവിക്കാൻ നമുക്ക് പറ്റും. കാരണം അതിനൊരു വല്ലാത്ത ബർക്കത്ത് ഉണ്ടാകും, അതിന് വല്ലാത്തൊരു റഹ്മത്ത് ഉണ്ടാകും. ഇനി സഹോദരന്മാരെ, രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? നമ്മള് നിഷ്ഠയുള്ള ആളുകളായി ആരാധനകൾ, അനുഷ്ഠാനങ്ങളൊക്കെ അതിന്റെ ആസ്വാദനത്തോടെ നിസ്കരിക്കുമ്പോ, നോമ്പ് നോൽക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ ഒക്കെ അതിന്റെ ഒരു ആസ്വാദനം, അതിന് നിശ്ചയിച്ചൊരു ഭംഗി കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. എന്താ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് നിർവഹിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ജമാഅത്തായി നിസ്കരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഒന്ന്, അയാൾ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് ജംഇന്റെ അവസ്ഥയോ അല്ലെങ്കിൽ ഖസ്റിന്റെ അവസ്ഥയോ ഉണ്ട്. ജംഇ യാത്രയുമായി ബന്ധപ്പെട്ടതേ അല്ല, അല്ലെ? ജംഇ യാത്രയുമായി ബന്ധപ്പെട്ടതേ അല്ല. അത് ഏത് ഘട്ടത്തിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ജംഇ നിർവഹിക്കാൻ പറ്റും. അത് നമ്മൾ അതിന്റെ ഒരു പശ്ചാത്തലം പരിഗണിച്ച് നിർവഹിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ, ഒക്കെ സാധിക്കും. 15 വർഷമായിട്ട് ഓട്ടോ പാർക്കിൽ ജോലി ചെയ്യണ ഒരു മനുഷ്യൻ, അയാളെ യാദൃശികമായുള്ള വാചകത്തിൽ എന്തറിയോ? എനിക്ക് ഈ 15 വർഷത്തിനിടക്ക് ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ തൊഴിൽ ഞാൻ എടുക്കുന്നത് എന്നാണ്. ഒരാളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പടച്ചോൻ അത് നടപ്പിലാക്കാൻ അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കും. അല്ലെന്താ സംശയമുള്ള? ഇന്ന് ഇഷ്ടംപോലെ പള്ളികളുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ, സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ ഉള്ള ആ പള്ളികളിൽ എത്തുമ്പോ ജമാഅത്തായി നിർവഹിച്ചു തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്, അത് വേറെ തന്നെയാണ്. നമ്മൾ ഈ വക്തിന്റെ അവസാനം ഒരു പള്ളിയിൽ പാഞ്ഞു കയറി അതിന്റെ ഏറ്റവും അവസാനത്തെ സൊഫില് ഇല്ല ഒരു മറയൊന്നുമില്ലാതെ അവിടെ ഇങ്ങനെ നിന്ന് കുത്തിമറിഞ്ഞ് എണീറ്റ് പോകുമ്പോ നമുക്ക് നിസ്കരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നല്ലാതെ അതുകൊണ്ട് കിട്ടേണ്ട ഉപകാരങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ ആരാണോ പരിശ്രമിച്ച് മുന്നോട്ട് വരുന്നത് അവർക്ക് അവരുടെ വഴി നമ്മൾ എളുപ്പാക്കി കൊടുക്കും. കൊച്ചു തടസ്സങ്ങൾ പറഞ്ഞ് നമ്മൾ പലതിനും പോകുന്നില്ല. നിങ്ങൾ നോക്കി, ഇസ്ലാമിൽ കൊച്ചു തടസ്സങ്ങൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബദർ ഉണ്ടാകുമോ? ബദറിലേക്ക് ആരെങ്കിലും പുറപ്പെടുമോ? അവർക്ക് പുറപ്പെടാൻ ആവശ്യമായ ഒന്നും അവരുടെ കയ്യിലില്ല, ഒന്നും അവരുടെ കയ്യിലില്ല. യാത്രാവാഹനങ്ങളില്ല, സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവർ പുറപ്പെട്ട് ചെന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ വിജയം കൊടുക്കുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം, ശക്തമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിനെ മാത്രം എടുത്തു നോക്ക്. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം കാഴ്ച പരിമിതനായ ഒരു വ്യക്തിയാണ്. നമ്മൾ പൊതുവെ കാഴ്ച പരിമിതരെയും ഭിന്നശേഷിക്കാരെയൊക്കെ മാറ്റി നിർത്തലാണ്, അല്ലെ? ഒരു കാഴ്ച പരിമിതന് നമ്മൾ ഓഫീസിൽ ജോലി കൊടുക്കുവോ? നമ്മൾ ഓഫീസിലെ ഒരു കാഴ്ച പരിമിതിന് നമ്മൾ ജോലി കൊടുക്കുവോ? ഇന്നലെ ഒരു ഉമ്മ എനിക്ക് വോയിസ് അയച്ചിരുന്നു, മോനെ ആരും എവിടെയും സംസാരിക്കാൻ കഴിയൂല, മോനെ ആരും മൊലവി എവിടെയും ജോലി കൊടുക്കണില്ല, ഭയങ്കര പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ പറയും, ആളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരും. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നശേഷിക്കാരെ കൊണ്ട് ചെയ്തത് എന്താ? അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം
റളിയല്ലാഹു അൻഹു എത്ര ആവേശത്തോടെയാണ് ഇസ്ലാമിൽ ഓരോ കാര്യത്തിലും പങ്കെടുത്തത്, എത്ര ആവേശത്തിലാണ് പങ്കെടുത്ത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ അത് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിക്കണേ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മുഴുവൻ ആളുകളെയും ദ്രോഹിച്ചിട്ടുണ്ട്. ആ ദ്രോഹങ്ങൾക്കിടയിലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. മുഅദ്ദിനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ നബിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്, നബിയെ എനിക്ക് പള്ളിയിൽ വരാൻ വലൈസലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൂട്ടാൻ ആരുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഞാൻ വരുന്ന വഴിയിൽ ഞാൻ മരത്തിലൊക്കെ മുട്ടി വീഴുകയാണ്, തേളും പാമ്പൊക്കെ ഉള്ള വഴികളിലൂടെയാണ് വരുന്നത്, ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് അനുകൂലമായി പ്രതികരിച്ചു. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ച കുഴപ്പമില്ല എന്നുള്ള നിലക്ക് അനുകൂലമായി പ്രതികരിച്ചു. അത് കഴിഞ്ഞ് റസൂലുള്ളാഹിക്ക് വഹി വരികയാണ്. വഹി വരുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, അതസ്മഉ നിദ, നിങ്ങൾ ബാങ്ക് കേൾക്കലുണ്ടോ? ഉണ്ട് നബി, എന്നാ നിങ്ങൾ വരണം. അദ്ദേഹം ചോദിച്ചോ, നിങ്ങൾ എന്ത് മനുഷ്യനാ, ഇത്രയും ബുദ്ധിമുട്ടുള്ള എന്നോട് വരാനാണോ പറയണതെന്ന് ചോദിച്ചോ. എനിക്കും നിങ്ങൾക്ക് അതിൽ പാടുണ്ട്, നമുക്ക് വണ്ടിയുണ്ട്, സൗകര്യമുണ്ട്, പള്ളി അടുത്തുണ്ട്. എന്നാലും പലപ്പോഴും പള്ളിയിലേക്കും ജമാഅത്തിലേക്കും എത്തിപ്പെടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊരു മുഖ്യ വിഷയമേ അല്ല. ഇന്നലെ രാത്രി എടുത്ത അതേ തുണിയിൽ, അല്ലേ, ഇന്നലെ രാത്രി എടുത്ത അതേ തുണിയിൽ നമ്മളെ ബെഡിന്റെ അപ്പുറത്ത് നല്ലൊരു മുസല്ലൻ വിരിച്ചിട്ട് കുത്തിമറിഞ്ഞ് എണീറ്റ് അവിടെ തന്നെ കടന്ന് നമ്മളെ നിസ്കാരമായി. ഇത് പടച്ചോ എടുക്കുമോ നമ്മൾ നല്ലോണം ആലോചിക്കണം. ഇത് പടച്ചോ സ്വീകരിക്കുമോ നമ്മൾ നല്ലോണം ആലോചിക്കണം. അദ്ദേഹം എന്താ ചെയ്തത്? പിന്നെ ആ പള്ളിയിൽ ഒന്നാമത്തെ ബാങ്ക് കൊടുത്തിരുന്ന ആൾ അദ്ദേഹമാണെന്നാണ്. ആളുകളെ വിളിച്ചുണർത്തുന്ന ബാങ്കുണ്ട്, ആ ബാങ്ക് കൊടുത്തിരുന്നത് അദ്ദേഹമാണെന്നാണ്. റമദാനിലാണെങ്കിൽ ബിലാലിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അത്തായം കഴിക്കുക, ഉമ്മ മക്തൂമിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അത്താഴം നിർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രല്ല, ഈ വ്യക്തിയെ പ്രവാചകൻ 13 തവണ പ്രവാചകൻ ഉണ്ടായിരിക്കെ പ്രവാചകൻ പുറത്തുപോയ സമയത്ത് മദീനയുടെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ജിഹാദിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. റസൂലുള്ളാഹി ഉള്ള കാലത്ത് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല, കാഴ്ച പരിമിതനായതുകൊണ്ട്. ഖാദിസിയ യുദ്ധത്തിൽ പിന്നീട് പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റുക, അല്ലെ? അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്കെന്താ ആസ്വാദനത്തിലേക്കും നിർവൃതിയിലേക്കും എത്താൻ പറ്റാത്ത? അതിനെ പൂർണ്ണമായി ഏറ്റെടുക്കാത്ത എന്താ? ചെറിയ ചെറിയ റിസ്കുകളൊക്കെ എടുക്കേണ്ടി വരും. നമുക്ക് എല്ലാ ദിവസവും 2 പേജ് ഖുർആൻ ഓതണമെങ്കിൽ, എല്ലാ വക്തും കൃത്യമായി നിസ്കരിക്കണമെങ്കിൽ, നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്ത് നിസ്കരിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നാണ്. ഇത്ര വലിയ പണിയുണ്ടോ? സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാന്, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാന്, അല്ലേ? മഗ്രിബിന്റെ ശേഷമുള്ള, ഇശാഇന്റെ ശേഷമുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണം? അതിലേക്ക് നമ്മൾ എത്താത്തത് എന്തുകൊണ്ടാ? അതിനൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ അതിനെ സമീപിക്കണില്ല. അതിനെ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി സമീപിച്ച് ഇതിലൂടെ ജീവിച്ചു പോകുമ്പോൾ, ഞാൻ പറയുന്ന ഒരു 42 ദിവസം നമ്മൾ സാധാരണ പറയാം, ഒരു കാര്യം ശീലമായി മാറണമെങ്കിൽ ഒരേ ടൈമിലും ഒരേ കൃത്യതയിലും ഒരേ ലെവലിലും ഒരു 42 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് പിന്നെ നിങ്ങളെ ബയോളജിക്കൽ ക്ലോക്ക് നിങ്ങളെ റിമൈൻഡ് ചെയ്യും, നിങ്ങളെ മനസ്സുകളത് ഓർമ്മിപ്പിക്കും. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കൃത്യ ഷെഡ്യൂൾ ഉണ്ട്. എന്താ ഷെഡ്യൂള്? സുബഹി കഴിഞ്ഞതിന്റെ ശേഷം ഒരാൾ പള്ളിയിൽ ഇരിക്കുകയാണ്, തുലൂഴ് വരെ ഇരിക്കുകയാണ്, ഉദയം വരെ ഇരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിഫലം എന്താ? അവിടെ ഇരുന്ന് ദിക്റൊക്കെ ചൊല്ലി ഇരുന്ന ഹജ്ജിന്റെയും ഉംറന്റെയും കൂലുണ്ട് എന്നാണ്. അപ്പൊ ചില ആളുകൾക്ക് തോന്നുന്നത് ദൈക്കൂല പെട്ടെന്ന്, എന്താ ഇയാൾ പറയുന്നത്, വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ, അല്ലേ? പടച്ചോൻ റഹ്മാനും റഹീമാണ് സഹോദരന്മാരെ. എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇബാദത്ത് എടുക്കാനും അമല് ചെയ്യാനും എന്നുള്ള മനോഗതങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാര് ചിന്തിക്കുന്നു. റസൂലുള്ളാഹിക്ക് അറിയണോണ്ട് തന്നെ, പടച്ചോനെ അറിയണോണ്ട് തന്നെ 3 വട്ടം നബി ആവർത്തിച്ച് പറഞ്ഞു, പൂർണ്ണമായ പ്രതിഫലം എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് ഹജ്ജും ഉംറയും സ്വപ്നം കാണുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അവർക്ക് ഒരിക്കലും പോകാൻ കഴിയൂല. അവർക്ക് വേണ്ടി പടച്ചോൻ, അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും, ബാക്കിയുള്ളവർക്ക് പരീക്ഷണം, അവർക്കുള്ള അവസരം, അല്ലേ? ബാക്കിയുള്ളവർക്ക് പരീക്ഷണം, അവർക്കുള്ള അവസരമാക്കി കൊടുത്തതാണ്. ഞാൻ പറയണ എല്ലാ ദിവസവും കഴിഞ്ഞോളുന്നില്ല. ആഴ്ചയിലെ നിശ്ചിത ദിവസം നമ്മൾ അത് ചെയ്യുന്നു, കുറച്ചു നേരം ഖുർആൻ ഓതുന്നു, അദ്കാർ സ്വഭാവം ചൊല്ലുന്നു. ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ടൈം ഇട്ട് പരമാവധി മൊബൈൽ ഫോൺ നമുക്ക് പോകാതെ നിങ്ങളൊന്ന് ശീലാക്കി നോക്ക്. അതിനെ ഞാൻ പറഞ്ഞത് കഠിന പ്രയത്നം വേണ്ടി വരും. 80 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 40 കിലോ ആക്കി ചുരുക്കാൻ വേണ്ടി അയാൾ ജിമ്മിൽ പോയിട്ട് എന്തൊക്കെ പരിപാടി എടുക്കണ്, എന്തൊക്കെ സാധനം പൊക്കണ് വെക്കണ് താഴ്ത്തണ്. പറഞ്ഞതിന്റെ അർത്ഥം പോണ്ടാന്നല്ല, ജിമ്മിൽ പോണം, ശരീരം ശരിയാക്കണം, അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല കേട്ടോ, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. അതൊക്കെ അതിന്റെ കോലത്തിലും ചെല്ലും. നിർവഹിച്ച് പോണവർക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും, വേറെ വിഷയമാണ്. ഞാൻ പറയണത്, അയാൾ എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് വെള്ളിയാഴ്ചയിലെ ജുമഴയും അതേപോലെ തന്നെ ഓടിക്കയറി
നിസ്കരിച്ച് പാഞ്ഞിറങ്ങണേ, മറ്റേ നിസ്കാരം അല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും ആലോചിക്കണം. എന്നെ കേൾക്കണേ, ഇനി മുതൽ എന്നെ ഈ സമയം മുതൽ ഈ പള്ളിയിൽ വരുന്ന കുട്ടികളുണ്ടല്ലോ, ഓരോടും കൂടി ഞാൻ പറയണത്, ഒരു ദിവസം പോകും സഹോദര, ഒരു സംശയമല്ല. നമ്മളീ പറയുന്ന സെറ്റപ്പും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തീർന്ന് ഒന്നും അല്ലാതാകാൻ ഒരു പണിയില്ല. നമ്മൾ ഒന്നും അല്ലാതാകാൻ അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ ഷോർട്ട് സർക്യൂട്ട് മതി, ചെല്ലുമ്പോൾ കംപ്ലീറ്റ് കത്തി ചാമ്പലായി കിടക്കണ്ടാവും. അത്ര നിസ്സാരമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി പാഞ്ഞിട്ട് അവസാനം നമ്മുടെ മയ്യത്വം കൊണ്ട് ആൾക്കൂട്ടം ഇങ്ങനെ പോകുമ്പോ ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ ഒരു മയ്യത്ത് ആടി ഉലഞ്ഞ് അത് ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുമ്പോ വലിയ ഒരുപാട് സ്വത്തും പറമ്പും ഒക്കെ അതൊക്കെ വേറുള്ളവരിതായി, നമ്മളതല്ലത്. ഈ ഓർമ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. അപ്പൊ നമുക്ക് കഠിനമായ പ്രയത്നങ്ങൾക്കുള്ള അവസരം കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ? സുന്നത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സുന്നത്ത് വർദ്ധിപ്പിച്ചുള്ള ഗുണം എന്താ? സുന്നത്ത് വർദ്ധിപ്പിച്ച അള്ളാഹ് പറഞ്ഞ ഓഫറാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്റദു അലൈഹി. എന്റെ അടിമ എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുക എപ്പോഴാ? ഫറലോണ്ട് തന്നെ അടുക്കുക. ഫറല് വൃത്തിക്ക് ചെയ്ത അതുകൊണ്ട് അടുക്കണമാതിരി വേറെ ഒന്നുകൊണ്ട് അടുക്കൂല. ഫറലാണ് ഒന്നാമത്തെ. ഏറ്റവും വലിയ ദിക്ർ എന്താ? ഹറാം ഒഴിവാക്കല ഏറ്റവും വലിയ ദിക്ർ. അള്ളാഹിനെ ഓർത്തിട്ട് ഹറാമുണ്ട് ഒഴിവാക്കുക. ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില തിന്മകൾ ഉണ്ടാവും ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സ്വകാര്യതയിൽ വേറെ വ്യക്തിയായി മാറിയിട്ടുണ്ടാകും അയാള്. അതണ്ട് അവസാനിപ്പിച്ചു. അയാൾക്ക് സ്വർഗം കൊടുക്കാൻ പടച്ചോ, സ്വർഗം കൊടുക്കാതെ മതിയാകും. അപ്പോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഫറലുകളെ കൂടുതൽ വൃത്തിയാക്കിയിട്ട്, ഫറലുണ്ടല്ലോ, ഫറലായി ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൂടി ഒന്നുകൂടി കൃത്യതയോടെ വൃത്തിയോടെ ചെയ്യലാണ്. പിന്നെന്താണ്? പിന്നെ പറയാ ഒമാ യസാലു അബദി യതഖറബ ഇലയ്യ, എന്ന അടിമ എന്നിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കും. പിന്നെ വാഫിലി സുന്നത്തുകൊണ്ട് ഓരോ സുന്നത്ത് ജീവിതത്തിലേക്ക് ഇങ്ങനെ വെക്കുമ്പോ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കും. എങ്ങനെ അടുക്കും? ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവന്റെ കാതുകൊണ്ടവൻ മോശമായതൊന്നും കേൾക്കൂല, അവന്റെ നാവ് കൊണ്ടവൻ മോശമായതൊന്നും പറയൂല, അവന്റെ കൈകൾ കൊണ്ടവൻ മോശമായതൊന്നും പിടിക്കൂല, അവന്റെ കാലുകൾ കൊണ്ടവൻ മോശമായതിലേക്കൊന്നും പോകൂല. പടച്ചോനൊരു സ്പെഷ്യൽ ചെങ്ങലിടും. നമ്മളെ കൈകൊണ്ട് വേണ്ടാത്തതൊന്നും സംഭവിക്കൂല. നമ്മൾ സുന്നത്ത് വർദ്ധിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണാണത്. ഈ സുന്നത്ത് വർദ്ധിപ്പിക്കാന് ഒരുപാട് പണിയൊന്നുമില്ല സഹോദരന്മാരെ. ഞാൻ പറഞ്ഞല്ലോ, അതിനൊക്കെ ഒരു ക്രമം ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ യാത്ര പോകുകയാണെങ്കിൽ യാത്രയിൽ ചെയ്യാൻ പറ്റിയ എത്ര സുന്നത്തുകളുണ്ട്. എന്ത് രസാ ശരിക്ക് യാത്രയിലെ ദിക്റ് അല്ലെ? നമ്മൾ വണ്ടിക്കാണ് കയറിയിട്ട് താക്കോലൻ കൊടുത്തിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ചൊല്ലിയോക്കാ നിങ്ങള്. പടച്ചോനെ, ഈ വാഹനം എനിക്ക് ഉണ്ടാക്കി തന്ന നീ എത്ര സൗഭാഗ്യവാനാണ്. നമ്മളിങ്ങനെ പോകുമ്പോ കാണാ, നമ്മളെ ഭാര്യനെയും മക്കളെ കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ കാണാ, ഒരു കുട്ടീനെ ഒക്കത്തും മറ്റൊരു കുട്ടീനെ കയ്യിലും മറ്റൊരു കുട്ടീനെ നോക്കിയിട്ടുമൊക്കെ ഒരു സഹോദരി ഇങ്ങനെ പോണ്ടാവും. അവർക്ക് ഇങ്ങനത്തെ വണ്ടിയില്ല, സൗകര്യമില്ല. നമ്മളെ മുന്നിൽ കാണാ ബൈക്ക് പോണ ഒരാള്, മുന്നിലൊരു കുട്ടീനെയും ഭാര്യനെയും ഒക്കെ കൂടെ. അൽഹംദുലില്ലാ പടച്ചോനെ, എനിക്കൊരു വണ്ടി കിട്ടിയല്ലോ, എനിക്കൊരു സുരക്ഷിതമായ വണ്ടി കിട്ടിയല്ലോ. അങ്ങനെ ഒരു നന്ദി, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കുണ്ടോ? എനിക്ക് ആഗ്രഹമുള്ള വണ്ടി എനിക്ക് പറ്റുമ്പോ എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി നിങ്ങൾ നോക്കി, മൂന്നാമത്തെ കാര്യം, മറ്റൊരു ദുആണ് എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ദുആണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽബിറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ. എന്തൊരു ദുആണത്! പടച്ചോനെ, ഞാൻ പോണ യാത്രയിൽ തഖ്വക്ക് യോജിച്ചതൊക്കെ സംഭവിപ്പിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ ബസ്സിലൊക്കെ പോകുമ്പോ ഓരോരുത്തരും ഒരുത്തിനെ തോണ്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ എന്ത് ജാതി അപമാനത്തിലേക്കാ പോകല്. അയാളുടെ അപ്പത്തൊരു തോന്നലോ അയാളുടെ ഒരു ഡിസോർഡർ ആണത്. സിറ്റുവേഷണൽ ഡിസോർഡറുകൾ ഉണ്ടാകും. ചില കോണ്ടെക്സ്റ്റിൽ എത്തുമ്പോൾ, ചില സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ചില ഡിസോർഡർ ഉണ്ടാകും. മെന്റൽ ഡിസോർഡറുകളുടെ വലിയ പട്ടികയുണ്ട്. നിങ്ങളൊന്ന് ഇതൊക്കെ അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ കിട്ടും. 100 കണക്കിന് ഡിസോർഡറുകൾ ഉണ്ട്. ഒന്ന് തലന്റെ ഉള്ളിൽ കുടുങ്ങിയാൽ മതി. അള്ളാഹു നമ്മളെ അപമാനങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിന്നെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽബിറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ. പിന്നെ അല്ലാഹുമ്മ ഹവ്വിന അലൈനാ സഫറനാ. പടച്ചോനെ, യാത്ര എളുപ്പാക്കിക്കൊണ്ടാ. ഒരു മരം വീണാ മതി, നടക്കുവോ? ഒരു നല്ല ബ്ലോക്ക് കിട്ടിയാൽ മതി. പിന്നെ യാത്രാദൂരം ചുരുക്കിക്കൊണ്ടാ. വീട്ടിലേക്കും കുടുംബത്തിലേക്കും നീ സന്തോഷപൂർവ്വം മടങ്ങണ അവസ്ഥ കൊണ്ടാ. ബഹളമുണ്ടാക്കാത്ത ഒരു ആംബുലൻസ്, സൈറൺ മുഴക്കാത്ത ഒരു ആംബുലൻസ്, അതിൽ ഞാൻ തിരിച്ചു കയറി വരുന്ന ഒരു അവസ്ഥ എനിക്ക് നീ തരല്ലേ എന്നൊക്കെയാണ് ദിക്റിന്റെ അർത്ഥം. എന്ത് രസമാണ് ദിക്ർ! പക്ഷെ അതെന്തുകൊണ്ടാ? അത് നമ്മളൊരു ശീലമാക്കി. അത് ആസ്വദിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അത് ആസ്വദിക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു നീയത്തോടു കൂടെ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരു നീയത്തോടു കൂടെ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താ അറിയോ? തിന്മ തടയലാണ്. തിന്മല്ലാത്ത ജീവിതം വേണം. തിന്മയുള്ള ജീവിതം, ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ആയി പറയണില്ല, മറ്റൊരു സമയത്ത് വിശദമായി പറയാം. എന്താണ് പിന്നെ വഹബിനും പിന്നെ മുനബ്ബഹ് അദ്ദേഹം പറയാം, യജിദു ലദ്ദത ത്വാഅതി, യജിദു ലദ്ദത ത്വാഅതി മൻ യഅസി.
ഒരുപാട് മോശമായ കാര്യങ്ങൾ സ്വകാര്യ ജീവിതത്തിലൊക്കെ ഉള്ള വ്യക്തികൾക്ക്, അധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ആരാധനയുടെ ആസ്വാദനം കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇല്ല, കിട്ടൂല എന്ന് മാത്രമല്ല, വലാമൻ ഹമ്മ ബിമഅസിയത്തിൻ, മോശം കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് നടക്കണമെന്നും കിട്ടൂല. അയാൾ വ്യഭിചരിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഒരു പെണ്ണയാളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടാവും, ശൈത്താൻ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. അവൾ തിരിച്ചൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് നടക്കുന്നുണ്ടാവും. ചാൻസ് കിട്ടിയാൽ അത് നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാകും അല്ലേ? അവനും ആരാധനയുടെ ലദ്ദത്ത് കിട്ടൂല, ആരാധനന്റെ ആസ്വാദനം കിട്ടൂല. തിന്മ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ എന്താണോ പടച്ചോൻ ആരാധനക്ക് നിശ്ചയിച്ച ആസ്വാദനം അത് കിട്ടാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളില്ലാതെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ആരാധനകളിൽ ആസ്വാദനം കിട്ടാനുള്ള മറ്റൊരു വഴി, ചെയ്യണ കാര്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം ആലോചിച്ചാൽ മതി. ചെയ്യുന്ന കാര്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം ആലോചിച്ചാൽ എളുപ്പമാണ്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ രീതിയിൽ ഇടപെടാൻ പറ്റും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ നാട്ടിലെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതുകൂടി പറയാനുള്ളത് കൊണ്ട് ഈ വിഷയം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പൊ എന്താണ്, ഒരു പള്ളി ഉണ്ടാക്കുന്ന വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഒരു പള്ളി ഉണ്ടാക്കുന്ന വ്യക്തിക്ക് മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു പള്ളി ഉണ്ടാക്കുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് കൊടുക്കുന്നതാണ്. നമുക്ക് നമ്മളെ ഭൂമിയിൽ ഒരു വീടുണ്ടാകാൻ നമ്മൾ എത്ര ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വീടുണ്ടാകണ ആ ഒരു പ്രക്രിയക്ക് നമ്മൾ എത്ര സഹിക്കുന്നുണ്ട്. എന്നാ സഹോദരന്മാരെ, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് വേണം എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അപ്പോ ഓരോരുത്തർക്കും ഓരോ പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആണ് മനുഷ്യന്റെ മനോഗതങ്ങൾ മുഴുവൻ അറിയണ റബ്ബ് പറയാം, വലോബി മിഫ്ഹസി ഖതാത്തിൻ, ഒരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കണം എന്നാണ്. നമുക്ക് വലിയ പള്ളി ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റൂല. ജപ്പാനിലെ സിറ്റിയിൽ, ടൗണിൽ പള്ളി ഉണ്ടാക്കിയ ഷെയ്ഖിനെ എനിക്കറിയാം. അദ്ദേഹത്തോട് വ്യക്തിപരമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കോടികൾ മുടക്കി അദ്ദേഹം പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ, പക്ഷെ അത്രയൊന്നും വേണ്ട. ഒരു കുഞ്ഞേ പള്ളി, ഒരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്ന പള്ളി നിങ്ങൾക്ക് ഉണ്ടാക്കി കൂടെ എന്നാ ചോദിച്ചത്. അപ്പൊ അതെന്റെ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ട് ബക്കറ്റിൽ ഇടുന്നതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതല്ലെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന ഒരു പണിമാരി എന്ത് ചെയ്യും, എന്തൊരു സാധനം ഇട്ടിട്ട് പോകും. മറിച്ച് ഇത് എനിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ മരിക്കും, എപ്പോഴാ മരിക്കാന്നൊന്നും അറിയില്ല, ഒരു ദിവസം ഞാൻ മരിക്കും. ആ മരിച്ചത് മുതൽക്ക് എന്റെ ഖബറിൽ എനിക്ക് എന്താ ഉണ്ടാകുക? എന്റെ അമല ഉണ്ടാകുക. അമല് രൂപം പ്രാപിച്ചു വരുന്നതാണ്. സൽക്കർമ്മമാണെങ്കിൽ ആ സൽക്കർമ്മം നമ്മുടെ കൂട്ടിനുണ്ടാകും. നല്ല തെളിഞ്ഞ മുഖഭാവത്തോടെ നമ്മളെ കൂട്ടിനുണ്ടാകും. ഖബറിൽ അമല് കൂട്ടിനുണ്ടാകും എന്ന് പറഞ്ഞാൽ അമല് രൂപം പ്രാപിച്ചു വരുന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സ്വതക്കകൾ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും ഒരു നാണയത്തൊട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് കാറിന്റെ ചില്ല് താത്തിയിട്ട് ഒരു 5 റുപ്യന്റെ കോയിൻ ഇട്ട് കൊടുക്കുമ്പോ അതിലൂടെ കിട്ടുന്ന നേട്ടം അറിഞ്ഞിടുന്നതും അല്ലാത്തതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താ, തുത്തുഫി ഗളബർ റബ്ബി, എന്റെ പടച്ചോൻ എന്നോടുള്ള കോപങ്ങൾ ഒടുങ്ങാനാണ് ഈ കൊടുക്കുന്നത്. രഹസ്യമായി ചെയ്യുന്ന സദഖ പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ കോപത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ന് പഠിപ്പിച്ചു. മാത്രല്ല, ദാവൂ മർലാക്കും ബി സദഖ, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സദഖ കൊണ്ട് ചികിത്സിക്കൂ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതികൾ കാണാൻ പറ്റും. പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയ വാചകങ്ങളും കാണാൻ പറ്റും. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാന്റെ അടുത്ത് ഒരാൾ പോയിട്ട് അയാളുടെ ശരീരത്തിലെ മുറിയെക്കുറിച്ച് പറഞ്ഞു. മാറുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങള് വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് കിണറുത്തി കൊടുക്കുന്നതാണ്, സദഖ കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? രോഗശമനത്തിന്റെ വഴിയായി പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരാൾ കൊടുക്കുമ്പോ ആ കൊടുക്കുന്ന വ്യക്തിക്ക് വേണ്ടി രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കാൻ മലക്കുകൾ വരുന്നുണ്ട് എന്നാണ്. കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൊടുക്കാത്തവർക്ക് വേണ്ടി എതിരെ പ്രാർത്ഥിക്കാനും. അപ്പൊ നമ്മളൊരു 5 രൂപന്റെ കോയിന് കൊണ്ട് ഇടുമ്പോൾ പോലും ഇത്തരം മാനസികാവസ്ഥകൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വർക്കാകണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളടുത്ത് സാമ്പത്തികമായി സഹായം ചോദിക്കുന്ന കാര്യം ഒരു ജാരിയായ പുണ്യാണ്. ജാരിയായ പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഖബറിലേക്ക് ഉള്ളതാണ്. നമ്മൾ മരിച്ചാലും നൂറ്റാണ്ടുകളോളം നമ്മൾ ഖബറിൽ കിടന്നാലും കിട്ടുന്ന ഒരു ഓഹരിയെ കുറിച്ചാണ്. പള്ളിക്കാണ്, മദ്രസക്കാണ്, ഖുർആൻ പഠന കേന്ദ്രത്തിനാണ്, അതേപോലെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ദീന് പഠിപ്പിക്കുന്ന സംരംഭങ്ങൾക്കാണ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണം നടക്കുന്ന ഒരു സ്പേസിനാണ്. ഞങ്ങൾ വളരെ ബോധപൂർവ്വം എടുത്തൊരു സ്റ്റെപ്പ് ഒരു ഘട്ടം വരെ എത്തി. അത് പൂർത്തിയായിട്ട് അടുത്തതിലേക്ക് പോയാൽ മതി എന്നാണ് തീരുമാനിച്ചത്. ഒരു 100-250 ആളുള്ള ഒരു കൊച്ചു പള്ളി. വേറെ എവിടെയും കേരളത്തിൽ ഒരു പള്ളിയൊന്നും കളക്ഷൻ എടുത്തിട്ടില്ല. ഞങ്ങളോട് അത്ര കൃത്യമായിട്ട് പറയാണ്. ആ പള്ളിയിൽ നിന്ന് ആ പള്ളിയിലെ ഖുതുബ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ആളുകളോടും കൂടി ചോദിച്ചിട്ടാണ്. ഖുതുബ കേൾക്കും, സ്വാഭാവികമായിട്ടും സാമ്പത്തിക തരും. അങ്ങനെയാണ് നമ്മൾ പള്ളിന്റെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായി
തീർത്തത്. ഈ ആഴ്ച ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഖുത്ബ പറയണത്, അതുകൊണ്ടാണ് ഇവിടെ പറയണത്, അല്ലെങ്കിൽ ഇവിടെയും പറയില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവിടെയും പറയില്ല. കൃത്യമായി നിങ്ങളൊക്കെ തരുന്ന പണം വിനിയോഗിക്കപ്പെടും. എല്ലാ ആഴ്ചയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു 20 മുതൽ 50 വരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മതപഠന സംരംഭം, 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മതപഠന സംരംഭം അവിടെ നടക്കുന്നുണ്ട്. കൃത്യമായ സക്കാത്ത് സെല്ലുണ്ട്, 250 ആൾ പങ്കെടുക്കുന്ന ജുമായുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1.5 സഫ് ഏകദേശം എല്ലാ വക്തിനും ആളുകൾ വരുന്ന ഒരു പള്ളിയാണ്. ഭയങ്കര ഡൗൺ ഒന്നും അല്ലെങ്കിലും അങ്ങനെ പള്ളിയിലേക്കായി വന്ന് ജമാഅത്തിൽ പങ്കെടുക്കണ ആളുകളുള്ള ഒരു പള്ളിയാണ്. അതോടൊപ്പം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഒരു 20 മുതൽ 50 വരെ ആളുകൾ പങ്കെടുക്കണേ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഉണ്ട്. അങ്ങനെ ഏറ്റവും സജീവമായി നിലനിൽക്കുന്ന ഒരിടമാണ്. അവിടുത്തെ ആളുകൾക്കൊക്കെ തരാവുന്നതിന്റെ പരമാവധി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അർഹതപ്പെട്ട ഒരു ഓഹരി, നമ്മുടെ ഖബറിലേക്കുള്ള ഒരു ഓഹരി എന്നുള്ള നെയ്യത്തോടു കൂടെ തന്നെ ആ സംരംഭത്തോട് എല്ലാവരും സഹകരിക്കണം. QR കോഡ് താഴെയുണ്ട്. ഇനി ഒരു 3-4 മാസം കൊണ്ട് തന്നു തീർക്കുന്ന രീതിയിലുള്ള ഓഫറുകളാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ഞങ്ങൾ മദ്രസന്റെ പണി ഞങ്ങൾ ഒട്ടും തുടങ്ങിയിട്ടില്ല, തറന്റെ കല്ല് പോലും ഇട്ടിട്ടില്ല. അതിലേക്ക് കൂടിയുള്ള കളക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ ഘട്ടം ഘട്ടമായി പൂർത്തീകരിച്ചു പോകുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.